പ്രാമാണിക സാഹിത്യകാരനായ വൈക്കം ചന്ദ്രശേഖരൻ നായരുടെ ഒരു കഥയെ അവലംബമാക്കി തോപ്പിൽ ബാസി തിരക്കഥയും സംഭാഷണം എഴുതി വിൻസെൻ്റ് മാസ്റ്റർ സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു നഖങ്ങൾ. മലയാള സിനിമാ ചരിത്രത്തിലെ നാഴികക്കല്ലുകളായി മാറിയ ചലച്ചിത്രങ്ങളുടെ പിന്നണി വിശേഷങ്ങൾ അറിയുവാൻ ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ബെൽ ബട്ടൺ അമർത്തുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക. അത് നിർമ്മാണം ആരംഭിച്ച് പല ഘട്ടങ്ങളിലായി ഇടയ്ക്ക് മുടങ്ങി അങ്ങനെ ഒരു 2 വർഷം കൊണ്ടാണ് തിയേറ്ററിലെത്തുന്നത്. പല കുറി അത് പ്രദർശനത്തിൽ എത്തുന്നു എന്നുള്ളത് അനൗൺസ് ചെയ്യുകയും എത്തിക്കാൻ കഴിയാതെ പോവുകയും ചെയ്തു. മുമ്പേ സൂചിപ്പിച്ചതുപോലെ സാമ്പത്തികമായ ഉലച്ചിൽ ഹരിപ്പോത്തൻ്റെ ചലച്ചിത്ര നിർമ്മാണ പുരോഗതിയെപ്പോലും പ്രതികൂലമായി ബാധിക്കാൻ തുടങ്ങിയ നാളുകളായിരുന്നു അത്. അദ്ദേഹത്തിൻ്റെ ഏതാണ്ട് എല്ലാ സ്വത്തുക്കളും നഖങ്ങളൊക്കെ ഇറങ്ങുന്ന ഘട്ടമെത്തപ്പോഴേക്കും കുടുംബസ്വത്തായി അദ്ദേഹത്തിൻ്റെ അധീനത്തിലുണ്ടായിരുന്ന എല്ലാ സ്വത്തുക്കളും തന്നെ ഏകദേശം സർക്കാർ നിയന്ത്രണത്തിലും കോടതി ഇടപെട്ടുള്ള ഒരുതരം മരവിപ്പിലുമായിപ്പോയി. ഇത് ആ കുടുംബസ്വത്തിൽ നിന്നുള്ള വരുമാനം ഉപയോഗിച്ചായിരുന്നില്ല ഹരിപ്പോത്തൻ ചിത്രം നിർമ്മിച്ചിരുന്നത്. പക്ഷെ ഹരിപ്പോത്തന് ചിത്രം നിർമ്മിക്കുമ്പോൾ ഹരിപ്പോത്തൻ്റെ പുറകിൽ ഇത്രയും വലിയ ആസ്തിയുടെ ഒരു മൂലശേഖരമുണ്ട് എന്നറിയാവുന്ന അവിടുത്തെ പണം ഇടപാടുകാർ, മാർവാടികളെന്ന് സിനിമക്കാർക്ക് പെട്ടെന്ന് മനസ്സിലാകുന്ന ഭാഷയിൽ പറയാം, അവർക്ക് ഹരിപ്പോത്തൻ്റെ ഒരു ഉപ്പ് മതിയായിരുന്നു എത്ര വേണമെങ്കിലും അതിൻ്റെ സാമ്പത്തിക സഹായം ചെയ്യാൻ. അത് ഇദ്ദേഹത്തിൻ്റെ പുറകിലുള്ള സമ്പാദ്യം അല്ലെങ്കിൽ സ്വത്ത് ഇദ്ദേഹത്തിൻ്റെ അധീനതയിലല്ല എന്ന വാർത്ത കാട്ടുതീ പോലെ പടർന്ന് അവർക്കിടയിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അവർ പരിചിതനായ വളരെയേറെ ബന്ധങ്ങൾ അവരുമായിട്ട് ഇടപാടുകൾ അവരുമായിട്ടുള്ള ഒരാളാകുമ്പോൾ മുഖത്ത് നോക്കി വയ്യ എന്ന് പറയില്ല. പലയിടത്തായി ഫണ്ട്സ് കൊടുത്തു പോയിരിക്കുകയാണ്, ഇനി എവിടെന്തെങ്കിലും റീപേയ്മെൻറ്റ് വന്നിട്ട് വേണമെന്ന ഒരു പതിവ് പല്ലവി പറഞ്ഞുകൊണ്ട് ഒഴിഞ്ഞു മാറും. അവിടെ ഇതിൻ്റെ പണം കൊണ്ടുള്ള ഒരു സർക്കുലേഷനുണ്ട്. ഇവിടെ നിന്ന് അവിടേക്ക്, അവിടെ നിന്ന് ഇവിടേക്ക്, ഇവിടെ നിന്ന് വീണ്ടും ഇവിടേക്കെന്ന് പറയുന്ന അതിൻ്റെ റൊട്ടേഷനുണ്ട്. അതിൻ്റെ കണ്ണി മുറിഞ്ഞു പോകും. അങ്ങനെയുള്ളൊരു നിസ്സഹായ അവസ്ഥയിൽ പലപ്പോഴും പല നിർമ്മാതാക്കളും സിനിമ തന്നെ ഉപേക്ഷിച്ച് പോകേണ്ടി വന്നിട്ടുണ്ട്. ഹരിപ്പോത്തൻ തോറ്റു പിന്മാറാനായി വന്നവനായിരുന്നില്ല. അദ്ദേഹം പ്രതിബന്ധങ്ങളെ അതിജീവിച്ചുകൊണ്ട് പൊരുതി തന്നെയാണ് 2 വർഷത്തിനുള്ളിൽ നഖങ്ങൾ തിയേറ്ററിലെത്തിക്കുന്നത്. തൊഴിലാളി പ്രശ്നങ്ങളും അതിനിടയിലുള്ള മുതലാളിമാരുടെ കർക്കശമായ നിലപാടുകളും അതിനിടയിൽ മനുഷ്യബന്ധങ്ങൾക്ക് സംഭവിക്കുന്ന പരിണാമങ്ങളുമായിരുന്നു നഖങ്ങളിലെ പ്രമേയം. വളരെ ഭേദപ്പെട്ട രീതിയിലുള്ള ഒരു ആഖ്യാനവും ആ ചിത്രത്തിനുണ്ടായിരുന്നു. ചിത്രം തിയേറ്ററുകളിൽ എത്തുമ്പോഴേക്കും അത് വന്നുപോയ ചിത്രം എന്ന് പറയുന്ന ഒരു പ്രതീതിയാണ് പല കുറി അതിൻ്റെ പ്രദർശന വിളംബരങ്ങൾ കണ്ടു പഴകിയ പ്രേക്ഷക സമൂഹത്തിനുണ്ടായത്. അതുകൊണ്ട് തന്നെ ഒരു സുപ്രിയ ചിത്രത്തിന്, അതും സുപ്രിയയും വിൻസെൻ്റ് മാഷും ചേർന്ന് ഒരുമിക്കുമ്പോഴുണ്ടാകുന്നൊരു ചിത്രത്തിന് ലഭിക്കേണ്ടതായ സ്വീകാര്യത അതിന് ലഭിച്ചില്ല. വലിയ സാമ്പത്തിക വിജയമാകുവാൻ അതിന് കഴിഞ്ഞില്ല. പക്ഷേ അതിമനോഹരങ്ങളായ 3 പാട്ടുകൾ ഇന്നും മലയാളി ആ ചിത്രത്തിൽ നിന്ന് മനസ്സിലേക്ക് സ്വരൂപിച്ചെടുത്ത് ഇപ്പോഴും അയവിറക്കിക്കൊണ്ടിരിക്കുന്നു. അതിലേറ്റവും പ്രസിദ്ധമായതൊരു പ്രണയഗാനമാണ്. ദേവരാജൻ മാസ്റ്ററുടെ പതിവ് സംഗീത രീതികളിൽ നിന്നെല്ലാം തുലവും വ്യത്യസ്തമായ ഒരു ഈണമാണ് അദ്ദേഹം ആ വരികൾക്ക് നൽകിയത്. കൃഷ്ണപക്ഷ കിളി ചിലച്ചു, കൃഷ്ണപക്ഷ കിളി ചിലച്ചു, കുളിച്ചുവാ പെൺപക്ഷി കുളിച്ചുവാ, കുളിച്ചു വന്നാൽ ചൂടിക്കാം കൊക്കൊണ്ടൊരു കുങ്കുമപ്പൂ. പ്രത്യേകിച്ചും ആ കൃഷ്ണപക്ഷക്കിളി എന്ന് പറയുന്ന ചിത്രത്തിൽ ആ ഗാനത്തിൻ്റെ ഒരു ചിത്രീകരണം പോലും കാൽപ്പനികമായ എന്നാൽ അതിൽ പ്രണയത്തിൻ്റെ ഒരു ആവേഗ താളം ത്രസിച്ചു നിൽക്കുന്ന രീതിയിലുള്ള ദൃശ്യങ്ങൾ കൊണ്ടാണ് വിൻസെൻ്റ് മാസ്റ്റർ ഏകോപിപ്പിച്ചത്. ഏതായാലും ആ 3 പാട്ടുകളും ആ ചിത്രത്തിൻ്റെ അലങ്കാരങ്ങളായിരുന്നു. പക്ഷേ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു സാമ്പത്തിക വിജയം സുപ്രിയയുടെ ബാനറിൽ വിൻസെൻ്റ് മാസ്റ്റർ ഒരുക്കുന്ന ഒരു ചിത്രത്തിന് ലഭിക്കേണ്ടിയിരുന്നൊരു സ്വാഗതം ആ ചിത്രത്തിന് ലഭിക്കാതെ പോയി. മധുവാണ് ഈ ചിത്രത്തിൽ നായക വേഷത്തിൽ കടന്നു വരുന്നത്. എനിക്ക് തോന്നുന്നു മധു എന്ന് പറയുന്ന നടൻ സുപ്രിയയുടെ ഒരു ചിത്രത്തിൽ നായക വേഷത്തിൽ ആദ്യന്തം മറ്റ് നായകന്മാർ സഹനായകന്മാരില്ലാതെ പ്രത്യക്ഷപ്പെടുന്ന ഒരു ചിത്രം നഖങ്ങളായിരുന്നിരിക്കണം. നഖങ്ങൾ എന്ന ചിത്രം അത് കുറ്റിക്കാനത്ത് നിന്നും കുറച്ചകലെയുള്ള ചപ്പാത്ത് എന്ന ഒരു എസ്റ്റേറ്റിലായിരുന്നു. ഓഹോ, എന്നെ സഹായിക്കാൻ പിന്നാലെ പുറപ്പെട്ടതായിരിക്കും. ഇനി നിങ്ങൾക്ക് ബംഗ്ലാവിലേക്ക് പോകാം.
അന്ന് അവിടെ താമസ സൗകര്യങ്ങളൊക്കെ കുറവായിരുന്നു. ഒരുവിധമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് താമസിച്ചാണ് ഞങ്ങൾ ആ ഏരിയയിൽ ഷൂട്ട് ചെയ്തത്. വിൻസെൻ്റ് മാഷ് തന്നെയായിരുന്നു അതിൻ്റെ സംവിധായകനും ക്യാമറ ഡയറക്ടറും ഒക്കെ. അതൊരു വലിയ അനുഭവമായിരുന്നു, നല്ല അനുഭവമായിരുന്നു. അന്ന് ഞങ്ങളൊക്കെ ഒരുമിച്ച് വളരെ ഫ്രണ്ട്സായി, വളരെ സന്തോഷമായ ഒരു കാലഘട്ടം എന്ന് വേണം അതിന് പറയാൻ. KR വിജയായിരുന്നു നായിക. ഉപനായികയായി ജയഭാരതി ഉണ്ടായിരുന്നു, അടൂർ ബാസി ഉണ്ടായിരുന്നു, ശങ്കരാടി ഉണ്ടായിരുന്നു. അങ്ങനെ താരനിബിഡം തന്നെയായിരുന്നു ചിത്രം. അതിമനോഹരമായ ഛായാഗ്രഹണം, അതിമനോഹരമായ സംഗീതം, ആ കാലഘട്ടത്തിലെ നിയോ റിയലിസത്തിൻ്റെ തുടിപ്പുകളുമായി ഇടചേർന്ന് പോകുന്ന രീതിയിലുള്ള പ്രമേയവും വിരുതുറ്റ ആഖ്യാനവും. പക്ഷേ സുപ്രിയയുടെ യശസ്സിന് അതൊരു തൂവൽ കൂടി ചാർത്തി എന്നല്ലാതെ ഒലഞ്ഞു നിൽക്കുന്ന സാമ്പത്തിക പരിസ്ഥിതിയെ ഒന്ന് മെച്ചപ്പെടുത്തുന്നതിനുള്ള സഹായഹസ്തമായി മാറിയില്ല ആ ചിത്രം. ആ ഒരു കാലഘട്ടത്തിൽ തുടങ്ങി വെച്ചൊരു പ്രവണതയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരുപക്ഷെ അതിനു മുമ്പ് ഉണ്ടായിരുന്നിരിക്കാം. ഒരു ചിത്രം പൂർത്തീകരിച്ച് അതിൻ്റെ കടബാധ്യതകളിൽ നിന്ന് അതിനെ വിടർത്തി പ്രദർശനത്തിന് എത്തിക്കുന്നതിന് ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ അതേ നിർമ്മാതാവ് അതേ ബാനറിൽ പെട്ടെന്ന് അടുത്തൊരു ചിത്രം ആരംഭിക്കും. എന്നിട്ട് അതിൻ്റെ നെഗറ്റീവ് റൈറ്റ്സ് പ്ലഡ്ജ് ചെയ്ത് അല്പം പണം സമാഹരിച്ചുകൊണ്ട് ആദ്യത്തെ ചിത്രം ഇറക്കും. പിന്നെ രണ്ടാമത്തെ ചിത്രം ഇറക്കണമെങ്കിൽ മൂന്നാമത്തെ ചിത്രം തുടങ്ങണം. അങ്ങനെയുള്ള ഒരു ഞാണിന്മേൽ കളി ചലച്ചിത്ര നിർമ്മാണ രംഗത്ത് പതിവായിരുന്നു. ഒരു പക്ഷേ സുപ്രിയ അങ്ങനെ ഒരു കളിയിലേക്ക് വന്ന് പ്രവേശിക്കുന്നത് മാധവിക്കുട്ടി എന്ന ചിത്രത്തോടു കൂടിയാണ്. മാധവിക്കുട്ടി എന്ന ചിത്രം നഖങ്ങൾ ഇറങ്ങി 2-3 മാസങ്ങൾക്കുള്ളിൽ പ്രദർശനത്തിനെത്തി. വൈക്കം ചന്ദ്രസേനരുടെ തന്നെ കഥ, തോപ്പിൽ ബാസി തിരക്കഥയും സംഭാഷണവും എഴുതി സംവിധാനം ചെയ്ത സുപ്രിയ ചിത്രമാണ്. തോപ്പിൽ ബാസി ആദ്യമായാണ് സംവിധായകൻ്റെ മേലങ്കി അണിഞ്ഞുകൊണ്ട് സുപ്രിയയുടെ ബാനറിൻ്റെ കീഴിൽ പ്രത്യക്ഷപ്പെടുന്നത്. വലിയ താരനിരകളൊന്നും ഉണ്ടായിരുന്നില്ല. ഞാനിപ്പോഴും അതിൻ്റെ പോസ്റ്ററുകൾ ഓർക്കുന്നുണ്ട്. പകുതിയും ബ്ലാക്ക് ആൻഡ് വൈറ്റ് പോസ്റ്ററുകളായിരുന്നു. ആ പോസ്റ്ററുകൾ വളരെ ആകർഷകങ്ങളായിരുന്നത് കൊണ്ടാണ് മാധവിക്കുട്ടി എന്നുള്ള പേര് നമ്മുടെ മനസ്സിൽ പ്രത്യേകിച്ച് അടിവരയിട്ട് ശ്രദ്ധയിൽപ്പെടുന്നത്. പക്ഷേ അത്തരം ബ്ലാക്ക് ആൻഡ് വൈറ്റ് പോസ്റ്ററുകൾക്ക് പൊതുപ്രേക്ഷകർക്കിടയിലുണ്ടാകുന്ന മറ്റൊരു തെറ്റിദ്ധാരണയുണ്ട്. ഇപ്പോൾ ഗായത്രി PN മേനോൻ്റെ വളരെ മനോഹരമായ പടമാണ്. ഭരതൻ്റെ ആദ്യ ചിത്രം പ്രയാണം. ഇതെല്ലാം ബ്ലാക്ക് ആൻഡ് വൈറ്റ് പോസ്റ്ററുകളിലൂടെ ഒരു എഴുന്നള്ളത്ത് നടത്തിയ ചിത്രങ്ങളാണ്. പക്ഷെ അതെല്ലാം മധ്യവർത്തി സിനിമയുടെ ഒരു സാക്ഷ്യങ്ങളാണ്. ആ ഒരു ജനറലാണ് പ്രേക്ഷക സമൂഹത്തിൻ്റെ ഭൂരിപക്ഷവും മാധവിക്കുട്ടിയും പെടുത്തിയത്. അതുകൊണ്ട് തന്നെ അതിനൊരു സാമ്പത്തികമായ വലിയ ഘോഷവിജയങ്ങളൊന്നും ഉണ്ടായില്ല. എങ്കിലും എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ വൈക്കത്തിന് മികച്ച കഥാകൃത്തിനുള്ള അവാർഡ് ലഭിച്ചു ആ ചിത്രത്തിൽ. വേറെയും എന്തോ ചില ബഹുമതികൾ ആ ചിത്രം നേടിയിരുന്നു. മധുവും ജയഭാരതിയുമായിരുന്നു മുഖ്യവേഷത്തിൽ. MG സോമൻ, വിധുബാല, ലളിത, ഭാസി, ശങ്കരാടി തുടങ്ങിയവരായിരുന്നു ഇതര അഭിനേതാക്കൾ. MG സോമൻ താരതമ്യേന ചെറിയൊരു വേഷത്തിലാണ് അഭിനയിച്ചതെങ്കിൽ പോലും സുപ്രിയയുടെ ബാനറിൽ ഒരു ചിത്രത്തിൽ MG സോമൻ ആദ്യമായിട്ട് അഭിനയിക്കുകയായിരുന്നു. ഇത് ഒരു സാധാരണ ആദ്യ പ്രവേശം എന്ന് പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാനാവില്ല. തിരുവല്ലയിൽ സ്കൂൾ വിദ്യാർത്ഥിയായിരുന്ന കാലഘട്ടത്തിൽ ഹരിപ്പോത്തൻ്റെ കൂടെ ഒരുമിച്ച് പഠിച്ച സഹപാഠിയായിരുന്നു MG സോമൻ. സോമൻ പിന്നീട് സൈനിക സേവനത്തിന് പോയി തിരിച്ചു വന്നു നാടകാഭിനയവുമായി നടന്നിരുന്നു. അതിനിടയിൽ മലയാറ്റൂർ രാമകൃഷ്ണൻ ഒരു നാടകം കണ്ടിഷ്ടപ്പെട്ട് അദ്ദേഹത്തിൻ്റെ ഒരു കഥയെ അടിസ്ഥാനമാക്കിക്കൊണ്ട് നിർമ്മിച്ച PN മേനോൻ സംവിധാനം ചെയ്ത ഗായത്രി എന്ന ചിത്രത്തിലൂടെ സിനിമയിൽ കടന്നു വന്നു. അതാണ് സോമൻ്റെ ആദ്യ ചിത്രം. രണ്ടാമത്തെ ചിത്രം എന്ന് പറയുന്നത് PN മേനോൻ്റെ തന്നെ മഴക്കാറ് എന്ന് പറയുന്ന ചിത്രമാണ്. മൂന്നാമത്തെ ചിത്രമായിരുന്നു സുപ്രിയയുടെ മാധവിക്കുട്ടി. ആ കാലഘട്ടങ്ങളിൽ ചെറിയ വേഷങ്ങളിലൂടെയാണ് സോമൻ തൻ്റെ ചുവടുകൾ ഉറപ്പിച്ചു വന്നത്. പിന്നീടുള്ള എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ സുപ്രിയയുടെ ഒട്ടുമുക്കാറും എല്ലാ ചിത്രങ്ങളിലും MG സോമൻ അഭിനയിക്കുമായിരുന്നു. കഥാപാത്രങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയെ മാത്രം ആസ്പദമാക്കി. ഒരു കാലഘട്ടത്തിൽ MG സോമൻ്റെ മേൽവിലാസം കെയർ ഓഫ് സുപ്രിയ എന്നായിരുന്നു മദ്രാശിയിൽ. കുറച്ചിട കെയർ ഓഫ് മഞ്ഞിലാസ് എന്നും എഴുതി. രണ്ടുപേരുടെയും ചിത്രങ്ങളിലെ സജീവ സാന്നിധ്യമായി തൻ്റെ താരപ്രത്യക്ഷത്തെ ഊട്ടി വളർത്തിയെടുക്കുവാൻ വേണ്ട വളക്കൂറ് ഈ രണ്ട് മേൽവിലാസങ്ങളും MG സോമന് നിർബാധം നൽകിയിരുന്നു. MG സോമനും ഹരിപ്പോത്തനും തമ്മിലുള്ള സ്നേഹ സൗഹൃദം MG സോമനെ മുൻനിര നായക നിരയിൽ പ്രതിഷ്ഠിക്കുന്ന ഒരു ചിത്രത്തിന് വേണ്ടിയുള്ള അന്വേഷണം ഹരിപ്പോത്തൻ്റെ മനസ്സിൽ നാമ്പെടുക്കുന്നതിന് കൂടി
കാരണമായി എന്നുള്ളത് പിന്നീടുള്ള അദ്ദേഹത്തിൻ്റെ ചലച്ചിത്ര യാത്രയിൽ നിന്ന് നമുക്ക് കണ്ടെടുക്കുവാൻ കഴിയുന്നുണ്ട്.